Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെറുകിട കേബിൾ ടി വി സംരംഭകരെ തകർത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSEBL നടപടിക്കെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി KSEBL പയ്യന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. തുടർന്ന് ഡിവിഷൻ ഓഫീസിന് സമീപത്ത് പ്രതിഷേധ യോഗവും ചേർന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകനുമായ വാസു ചോറോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് മാഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. ഗാന്ധിവധം എന്ന പോലെ ഗാന്ധിയെ തന്നെ മാച്ചുകളയാനുള്ള ഗൂഢാലോചന രാജ്യത്ത് നടക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ്. പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SBI ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും AICC നാഷണൽ സ്പോക്ക് പേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് ദിവ്യയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. ചെറുകിട കേബിൾ ടി വി സംരംഭകരെ തകർത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSEBL നടപടിക്കെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി KSEBL പയ്യന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. തുടർന്ന് ഡിവിഷൻ ഓഫീസിന് സമീപത്ത് പ്രതിഷേധ യോഗവും ചേർന്നു. ചെറുകിട കേബിൾ ടി വി സംരംഭകരെ തകർത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSEBL നടപടിക്കെതിരെ COA പയ്യന്നൂർ മേഖലാ കമ്മിറ്റി KSEBL പയ്യന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. പയ്യന്നൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിക്ക് AV ശശികുമാർ, K. സജീവ് കുമാർ, KV രാജൻ, പ്രഭാത് കുമാർ, പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേബിൾ ടി വി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് സർവീസിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു വരുന്ന വൈദ്യുത പോസ്റ്റുകൾ, ആ വൈദ്യുത പോസ്റ്റുകളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് വളരെ കർക്കശമായ ചില നിബന്ധനകൾ കേരളത്തിലെ വൈദ്യുത ബോർഡ് പുതുതായി പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെറുകിട കേബിൾ ടി വി മേഖലയെ വലിയ തോതിൽ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സമരവുമായിട്ട് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകനുമായ വാസു ചോറോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് മാഷിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ്, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ്, പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള സംഗീത നാടക അക്കാദമി മെമ്പർ എന്നീ നിലകളിൽ ഏറെക്കാലം പ്രവർത്തിച്ച വാസു ചോറോട് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. വടകര ചോറോട് സ്വദേശിയായിരുന്ന മാസ്റ്റർ പടന്ന MRV സ്കൂൾ അധ്യാപകനായതോടെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിരതാമസക്കാരനാവുകയായിരുന്നു. CPIM ഉദിനൂർ കോരംകുളം ബ്രാഞ്ച് അംഗമാണ്. അധ്യാപികയായ ചന്ദ്രമതിയാണ് ഭാര്യ. മക്കൾ സുരഭി, ചന്ദന, സുർജിത്ത്. മൃതദേഹം 11 മണിയോടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപത്തെ പോട്ടച്ചാൽ EMS വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, കല, സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേർ മാഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
തുടർന്ന് ഉദിനൂർ വാതക ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗാന്ധിവധം എന്ന പോലെ ഗാന്ധിയെ തന്നെ മായ്ച്ചു കളയാനുള്ള ഗൂഢാലോചന രാജ്യത്ത് നടക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി കൊല്ലപ്പെട്ടതാണെന്ന് പോലും പറയാൻ രാജ്യത്തെ മാധ്യമങ്ങൾ മടിക്കുകയാണ്. ആരാണ് കൊന്നതെന്ന് പറയില്ല, എന്തിനാണ് കൊന്നതെന്ന് മിണ്ടില്ല. ഗാന്ധിവധം എന്ന പോലെ ഗാന്ധിയെ തന്നെ മായ്ച്ചു കളയുവാനുള്ള ഗൂഢാലോചന കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തിൽ നടക്കുകയാണ്. മഹാദേവ ഗ്രാമത്തിൽ ഗാന്ധി രക്തസാക്ഷിത്വത്തിന്റെ സന്ദേശം എന്ന വിഷയത്തിലാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ് പ്രഭാഷണം നടത്തിയത്. ഗാന്ധിജി കൊല്ലപ്പെട്ടതാണെന്നും ആരാണ് ഗാന്ധിജിയെ കൊന്നതെന്നും എന്തിനു വേണ്ടിയാണ് കൊന്നതെന്നും ബോധപൂർവം പറയാതിരിക്കാൻ കേന്ദ്ര രാഷ്ട്രീയ അധികാരത്തിന്റെ പിൻബലത്തിൽ ഒരു ഗൂഢാലോചനയും പ്രവർത്തന പദ്ധതിയുമുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഈ കഴിഞ്ഞ വർഷം ഗുജറാത്തിലെ പാഠപുസ്തകങ്ങളിൽ, ഗുജറാത്തിലെ ഹൈസ്കൂൾ ക്ലാസ്സിലെ പരീക്ഷയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചോദ്യം. വലിയ പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിലും കേരളത്തിലെ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. ആ ചോദ്യം ഇങ്ങനെയാണ്: രാഷ്ട്രപിതാവ് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന്? അതാണ് ചോദ്യം. ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണ് എന്ന് ചോദ്യം ഉറപ്പിച്ചു. CPM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P. സന്തോഷ് അധ്യക്ഷനായി. K. രാഘവൻ, VP സുരേഷൻ, K. രഘു, T. കണ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. SBA ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും AICC നാഷണൽ സ്പോക്ക് പേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് ദിവ്യയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. 2024 ജനുവരി 25-നാണ് ദിവ്യയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഭർത്താവും ഭർത്തൃമാതാവും മകളെ ജാത്യാധിക്ഷേപം നടത്തി നിരന്തരം പീഡിപ്പിച്ചു എന്നാണ് ദിവ്യയുടെ പിതാവ് ശങ്കരൻ പഴയങ്ങാടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ദിവ്യയുടെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും ഡോക്ടർ ഷമ മുഹമ്മദ് ആവശ്യപ്പെട്ടു. ഭർത്താവിന്റെ സൈഡിൽ നിന്നും ഭർത്താവിന്റെ അമ്മയും കുറെ നാളായി പീഡിപ്പിക്കുന്നു. ദിവ്യയുടെ അച്ഛനൊരു ദളിതാണ്. എപ്പോഴും ഈ ആക്ഷേപം, ഈ ദളിത് ആക്ഷേപം, കാസ്റ്റ് ആക്ഷേപം, ജാതി ആക്ഷേപം പറഞ്ഞിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരാണ്. പോലീസ് ഇതിന് വരെ ഒന്നും ചെയ്തിട്ടില്ല, ഇതിന് വരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. ദിവ്യക്ക് നീതി വേണം, ന്യായം വേണം. അതിന് പോലീസ് ഉടനെ അന്വേഷിക്കണം. ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്ത്രീക്ക് നീതിയും ന്യായവും കിട്ടാത്ത സംസ്ഥാനമാണെന്ന് നമുക്കറിയാം കേരള. പക്ഷെ ഈ കേസിൽ ഞങ്ങൾക്ക് നീതി വേണം, ന്യായം വേണം. പോലീസ് ഉടനെ അന്വേഷിക്കണം. ബിക്കോസ് അവളെ ലാസ്റ്റ് വാട്സാപ്പ് ചാറ്റിൽ എന്തായിരുന്നു അവരെ സിസ്റ്ററോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് മടുത്തിരിക്കുക ഈ ജാതി ആക്ഷേപം എൻ്റെ മേലെ. അവരെന്നെ പീഡിപ്പിക്കുന്ന കുറേ നാളായിട്ട് ഈ ജാതിൻ്റെ മേലെ. എൻ്റെ അച്ഛൻ ഒരു ദളിതായുണ്ട്, മറ്റേ ഫാമിലി വേറെ ജാതിയാണ്. അപ്പം ഇതിൽ എൻ്റെ ഒരേ ഒരു ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ ഉടനെ FIR ഫയൽ ചെയ്ത് ഒരു കേസിൻ്റെ അന്വേഷണം വേണം. ദിവ്യക്ക് ഉടനെ നീതിയും ന്യായം വേണം. തന്റെ മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തമാക്കണമെന്നും ദിവ്യയുടെ പിതാവ് കണ്ണൂർ റൂറൽ SP-ക്ക് പരാതി നൽകി. യൂത്ത് കോൺഗ്രസ് ഇന്നലെ പോലീസിൽ എന്താ SIയും CIയും വന്നെന്ന് പറഞ്ഞു. അവർ വന്ന ഞങ്ങളടുത്ത് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, അതേ മരുന്നിനെ ചോദിച്ചു ചോദിക്കും. നമ്മൾ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ നമ്മളെ ഇതായിട്ട് കാണാന്നല്ല ചെയ്യുന്നത്, നമുക്കൊരു നീതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി ഇറങ്ങി നടക്കുന്നത്. കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പൂങ്കാവ്, KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. കരുണാകരൻ എന്നിവർ ദിവ്യയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വ്യാപാരി വ്യവസായ സമിതി മാത്തൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാത്തൽ ടൗണിൽ വ്യാപാരികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിന് മുന്നോടിയായാണ് പ്രകടനം നടത്തിയത്.
വ്യാപാരികളെ ദ്രോഹിക്കാതെ നിയമം ഇവിടെ നടപ്പാക്കൂ. വഴിയോര കച്ചവട നിയന്ത്രണ നിയമം സർക്കാർ നടപ്പിലാക്കുക. വ്യാപാരമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ യൂസർ ഫീസ് ഒഴിവാക്കുക. വ്യാപാര ലൈസൻസിന് വേസ്റ്റ് ബിന്നും ഹരിത കർമ്മസേന രജിസ്ട്രേഷനും നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രകടനത്തിന് യൂണിറ്റ് സെക്രട്ടറി എ അനിൽകുമാർ, വി വിജയകൃഷ്ണൻ, യു പവിത്രൻ, കെ ഇ വിനോദ്, വി വി ശോഭന തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹൈമാസ് ലൈറ്റ് വിഷയത്തിൽ പഞ്ചായത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതില്ല എന്ന പഞ്ചായത്ത് ഭരണസമിതി തീരുമാനത്തിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമുയർത്തിയിരുന്നു. ആരോപണങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും വിളക്ക് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തതിനു ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 19 വാർഡുകളിലും തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചത്. പിന്നെയും വിളക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ സോളാർ വിളക്കുകൾ സ്ഥാപിക്കുവാൻ കഴിയുമെന്നും ഇതിന് ചിലവ് കുറവാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ പറഞ്ഞു. ഒരു ഹൈമാസ് ലൈറ്റിന് ഒരു മാസം ശരാശരി 3000 രൂപ വരെ വൈദ്യുത ബില്ലടക്കണം. അതിനാൽ തന്നെ ഇനി പഞ്ചായത്തിൽ ചെലവേറിയ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കണ്ടായെന്നും ചിലവ് കുറഞ്ഞ സോളാർ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചാൽ മതിയെന്നും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തതാണ്. എന്നാൽ എവിടെയെങ്കിലും ഇത്തരം ലൈറ്റുകൾ പോരായെന്ന ഭരണസമിതിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായാൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. മാധ്യമ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ജോയ്, M ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ KM ഷാജി, CBM തോമസ്, മാത്യു കാരിത്താങ്കൽ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കലാജാഥ തുടങ്ങി. പിലാത്തറയിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കലാജാഥ തുടങ്ങി. പിലാത്തറയിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 7 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് കലാജാഥ പിലാത്തറയിൽ പര്യടനം തുടങ്ങിയത്. T രജില ജാഥ മാനേജറും KV സജിത്ത് ജാഥ ക്യാപ്റ്റനുമാണ്. ഒന്നാം ദിനം പയ്യന്നൂരിൽ ജാഥ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സ്ഥാനാർത്ഥിത്വം വേണമെന്നാവശ്യപ്പെട്ട് പയ്യന്നൂരിൽ ഒപ്പുശേഖരനുമായി വനിതാ അവകാശ കൂട്ടായ്മയായ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഫെബ്രുവരി 17 തിരുവനന്തപുരത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആസ്ഥാനങ്ങളിലെത്തി പെൺ മെമ്മോറിയൽ സമർപ്പിക്കാനാണ് ഒപ്പുശേഖരണം. കേരളത്തേക്കാൾ പിന്നോക്കമെന്ന് കരുതപ്പെടുന്ന സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലെയും അവിടെ നിന്നുള്ള ലോക്സഭ, രാജ്യസഭ അംഗങ്ങളുടെയും അത്ര പ്രാതിനിധ്യം പോലും കേരളത്തിലെ സ്ത്രീകൾക്കില്ല. കേരള നിയമസഭയിലെ സ്ത്രീ പ്രാതിനിധ്യം 9%-നടുത്താണ്. ലോക്സഭയിൽ പ്രാതിനിധ്യം 5%. രാജ്യസഭയിലേക്ക് സ്വാതന്ത്ര്യത്തിനു ശേഷം 3 സ്ത്രീകൾ മാത്രമാണ് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 33% സ്ത്രീകളെയെങ്കിലും മത്സരിപ്പിക്കണമെന്ന തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളോട് ആവശ്യപ്പെടുന്നത്. എല്ലാ മേഖലയിലുമുള്ള കേരളീയരുടെ 1,00,000 ഒപ്പുകൾ ശേഖരിച്ച് ഫെബ്രുവരി 17 തിരുവനന്തപുരത്ത് മുഖ്യ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും മുന്നണി കൺവീനർമാർക്കും പെൺ മെമ്മോറിയൽ എന്ന നിലയിൽ ഇത് കൈമാറും. ശേഖരിക്കുന്ന ഒപ്പുകൾ തിരുവനന്തപുരം AKG സെന്റർ മുതൽ ഇന്ദിരാഭവൻ വരെ നഗരവീതിയിൽ വിരിക്കും.
ഉടനെയൊന്നും സ്ത്രീകൾ അധികാരത്തിലെത്തരുത് എന്നും, എന്നാൽ ഞങ്ങളാണ് നിയമം പാസ്സാക്കിയത്, നിയമം കൊണ്ടുവന്നത് എന്ന ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കാനുമുള്ള ഒരു തന്ത്രം മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയ വനിതാ സംവരണ നിയമം. ഞങ്ങൾ തുല്യപ്രാതിനിധ്യ പ്രസ്ഥാനം ആവശ്യപ്പെടുന്നത് ഒരു നിയമ തടസ്സവുമില്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് 33% സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ 33% അല്ല, തുല്യ പ്രാതിനിധ്യമാണ് സ്ത്രീകൾക്ക് വേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹാത്മജിയുടെ രക്തസാക്ഷി ദിനത്തിൽ പയ്യന്നൂർ BEMLP സ്കൂളിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഹെഡ് മിസ്ട്രസ് ലസിത സാമുവൽ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മഹാത്മജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പയ്യന്നൂർ BEMLP സ്കൂളിൽ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ഹെഡ് മിസ്ട്രസ് ലസിത സാമുവൽ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്പർശനശേഷി കുറഞ്ഞതോ ഉള്ളതായോ കണ്ടാൽ പ്രേരിപ്പിക്കും. കൂടാതെ തുടർന്ന് ശാസ്ത്ര പരീക്ഷണ കളരിയുടെ ഉദ്ഘാടനം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവും BRC ട്രെയിനറുമായ സുനിൽ കുന്നരു നിർവഹിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV വിനീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BRC ട്രെയിനർ ഷീലാമ, CRC കോർഡിനേറ്റർ ശ്രീജ, രമ്യ അനൂപ്, U രതീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെ വിവിധ ശാസ്ത്ര പരീക്ഷണങ്ങളും ചടങ്ങിൽ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്ഥാന പോലീസ് മേധാവിയുടെ 2022 ബാഡ്ജ് ഓഫ് ഓണർ കരസ്ഥമാക്കിയ കാസർഗോഡ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. നാരായണന് കരിങ്കച്ചാൽ ഗ്രാമത്തിന്റെ സ്നേഹാദരം നൽകി. മാടായി ബാങ്ക് പ്രസിഡന്റ് K. പത്മനാഭൻ ഉപഹാര സമർപ്പണം നടത്തി. കുറ്റാന്വേഷണ മികവിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ 2022 ബാഡ്ജ് ഓഫ് ഓണർ കരസ്ഥമാക്കിയ കാസർഗോഡ് സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറും കൈതപ്പുറം കരിങ്കച്ചാൽ സ്വദേശിയുമായ P. നാരായണന് കരിങ്കച്ചാൽ ഗ്രാമത്തിന്റെ സ്നേഹാദരം നൽകി. മാടായി ബാങ്ക് പ്രസിഡന്റ് K. പത്മനാഭൻ ഉപഹാര സമർപ്പണം നടത്തി. അവാർഡ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട CI സൈബർ സെല്ലിൽ പ്രവർത്തിക്കുന്ന ശ്രീ P. നാരായണന് ലഭിച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ അവാർഡല്ല. ഇതിനു മുമ്പേ തന്നെ ഇതുപോലെ പോലീസ് മേധാവിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഗ്രാമപ്രദേശത്തു നിന്ന് പോലീസിൽ എത്തിച്ചേരുകയും മികവാർന്ന നിലയിൽ കുറ്റാന്വേഷണം നടത്തി. TV ചന്ദ്രൻ, K. സുമിത്രൻ, K. വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകിട കേബിൾ TV സംരംഭകരെ തകർത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSCBL നടപടിക്കെതിരെ രാമന്തളി മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ രാമന്തളി KSCBL AEക്ക് നിവേദനം നൽകി. വിവിധങ്ങളായ നിയന്ത്രണങ്ങളിലൂടെയും മറ്റും ചെറുകിട കേബിൾ TV സംരംഭകരെ തകർക്കാനും അതുവഴി കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാനും എല്ലാവിധ ഒത്താശയും നൽകുകയാണ് KSCBL അധികൃതർ. KSCBLന്റെ ഈ നടപടിക്കെതിരെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കരിദിനാചരണം സംഘടിപ്പിച്ചത്. രാമന്തളി മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാർ രാമന്തളി സെക്ഷൻ AEക്ക് നിവേദനം നൽകി. രാമന്തളി മേഖലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരായ ശാന്തകുമാർ, സഹദേവൻ, ജസ്റ്റിൻ, ഷെരീഫ്, ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മജിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ഭവൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സ്വാമി ആനന്ദ തീർത്ഥ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമ വിദ്യാർത്ഥികൾക്കായി സ്വാമി ആനന്ദ തീർത്ഥ ഹാളിൽ മഹാത്മാ പഠന ക്ലാസ് നടത്തി. DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു.
മഹാത്മജിയുടെ 76ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെയും സ്വാമി ആനന്ദതീർത്ഥ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഹാത്മാ പഠന ക്ലാസ് നടത്തി. പയ്യന്നൂർ ശ്രീനാരായണ ആശ്രമ വിദ്യാർത്ഥികൾക്കായി സ്വാമി ആനന്ദതീർത്ഥ ഹാളിൽ നടന്ന പഠന ക്ലാസ് DCC ജനറൽ സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ വേദി പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ ME ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ദർശൻ വേദി സെക്രട്ടറി പലേരി ശ്രീനിവാസൻ, പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി C അനിൽകുമാർ, ഗ്രന്ഥാലയം സെക്രട്ടറി KP ദാമോദരൻ, ശ്രീലത മധു, TV കുമാരൻ, CV രാജഗോപാലൻ, NV രാഘവൻ, ബാലകൃഷ്ണ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ന്യൂസ് അവറിൽ ഇനിയൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമം ഫെബ്രുവരി 3 മുതൽ 6 വരെ പിലാത്തറയിൽ വെച്ച് നടക്കും. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെയും കണ്ണൂർ ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ചെറുതാഴം ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ കണ്ണൂർ ജില്ലാ ക്ഷീരസംഗമം ഫെബ്രുവരി 3 മുതൽ 6 വരെ തീയതികളിൽ പിലാത്രയിൽ നടക്കും. ഫെബ്രുവരി 3 രാവിലെ പതാക ഉയർത്തൽ, വൈകിട്ട് 3 മണിക്ക് വിളംബര ഘോഷയാത്ര എന്നിവ നടക്കും. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫെബ്രുവരി 4 രാവിലെ 7 മണിക്ക് പീരക്കാന്തടം മുതൽ ചെറുതാഴം ക്ഷീരസംഘം ഓഫീസ് വരെ മിനി മാരത്തോൺ സംഘടിപ്പിക്കും. M വിജിൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫെബ്രുവരി 5 ക്ഷീരസംഘം പ്രസിഡന്റുമാർക്കുള്ള എലൈറ്റ് ഫാർമേഴ്സിനുമുള്ള ശില്പശാലയും ഡയറി എക്സ്പോയും നടക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ക്ഷീര സഹകാരി സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ക്ഷീരസംഘം ഹരിതസംഘം സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം നടക്കും. 5 മണിക്ക് സാംസ്കാരിക സായാഹ്നവും കലാസന്ധ്യയും നടക്കും. ഫെബ്രുവരി 6 രാവിലെ 10 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളന ഉദ്ഘാടനവും അവാർഡ് വിതരണവും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി നിർവഹിക്കും. ക്ഷീരഭവനം സുന്ദരഭവനം ക്യാമ്പയിൻ പുരാവസ്തു രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെയും സംഘങ്ങളെയും ആദരിക്കും. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷത വഹിക്കും. MLAമാരായ MV ഗോവിന്ദൻ മാസ്റ്റർ, KP മോഹനൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. O സജിനി, PV ബീന, KC തമ്പാൻ, M ബാലകൃഷ്ണൻ, KPV ഗോവിന്ദൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ കിലയുടെ പരിശീലന കേന്ദ്രത്തിന്റെ കീഴിലുള്ള പരിശീലനത്തിലെത്തിയ 3 പഞ്ചായത്തിലെ പ്രതിനിധികൾ പരിശീലനം പൂർത്തിയാക്കി മടങ്ങി. അവസാന ദിവസം ആലക്കാട്ടെ മുരളി മാസ്റ്ററുടെ വീട്ടിലാണ് അവർ സന്ദർശനം നടത്തിയത്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ കിലയുടെ പരിശീലന കേന്ദ്രത്തിന്റെ കീഴിലുള്ള പരിശീലനത്തിനെത്തിയ എറണാകുളത്തെ കുന്നരുകര, കരുമാലൂർ, മലപ്പുറത്തെ പുഴക്കാട്ടിരി എന്നീ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പരിശീലനം പൂർത്തിയാക്കി മടങ്ങി. അവസാന ദിവസം ആലക്കാട്ടെ മുരളി മാസ്റ്റർ വീട്ടിലാണ് ഇവർ എത്തിയത്. നാടൻ നെൽവിത്തുകളെയും പഴയകാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, നാണയങ്ങൾ എന്നിവയെല്ലാം പ്രദർശനത്തിലുണ്ടായിരുന്നു. ഒപ്പം ചിത്രപ്രദർശനവുമുണ്ടായി. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. പരിശീലനം നല്ല അനുഭവമായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി തുടങ്ങുന്ന പഞ്ചായത്തുകളെ തിരഞ്ഞെടുക്കാൻ കിലയിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ ഈ കണ്ണൂർ ജില്ലയിലെ ഈ പഞ്ചായത്താണ് തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ സെലക്ഷൻ ഏറ്റവും ഭംഗിയായിട്ടുള്ളതാണ് എന്നാണ് ഇപ്പോൾ 2 ദിവസത്തെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു കലവറയായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ പരിസരങ്ങൾ പരിശോധിക്കുമ്പോഴും അതോടൊപ്പം തന്നെ നിരീക്ഷിക്കുമ്പോഴും മനസ്സിലായിട്ടുള്ളത്. തുടർന്ന് മാത്തിൽ IRPCയിലെത്തിയ ജനപ്രതിനിധികളെ KV പവിത്രൻ, ശങ്കരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. IRPCയിലെ രോഗികളെ സന്ദർശിച്ച് പ്രവർത്തന രീതികൾ മനസ്സിലാക്കിയാണ് ജനപ്രതിനിധികൾ മടങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയനും സോയ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി മാടായി കോളേജിൽ പെണ്ണിടം എന്ന പേരിൽ സൗജന്യമായി മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തി. AICC നാഷണൽ സ്പോക്ക് പേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കോളേജ് ക്യാമ്പസിൽ ആദ്യമായാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും മെൻസ്ട്രൽ കപ്പ് വിതരണം നടത്തുന്നതെന്നും മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്നും ഷമ മുഹമ്മദ് പറഞ്ഞു. എനിക്ക് 2 മണിക്കൂറാണ് ഞാൻ തീരുമാനമെടുത്തത്. 2 മണിക്കൂറിനുള്ളിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഒന്ന്, എൻ്റെ കേസുകാരുടെ ആവശ്യം. രണ്ടാമത്
സ്ത്രീകൾ ആവശ്യമാണത്. സ്ത്രീ ശക്തി, സ്ത്രീകളെ എങ്ങനെ എനിക്ക് എംപവർ ചെയ്യാൻ പറ്റും, അവരെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും, അതിന് എന്തും ചെയ്യാൻ തയ്യാറാണ് ഞാൻ. സ്ത്രീകൾ. കോളേജ് പ്രിൻസിപ്പൽ ES ലത അധ്യക്ഷത വഹിച്ചു. ഫെമി സേഫ് കോർഡിനേറ്റർ നൂറിൻ ആയിഷ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സായി ശരൺ, രാജശ്രീ, ഷിജിന, നവനീത നാരായണൻ, ഹരീഷ്മ, നിഷ്ണ, രാഹുൽ പൂങ്കാവ്, K. റാഹിബ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്കാർലറ്റ് ആർട്ട് അക്കാദമിയും സ്മാർട്ട് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വരയോളം 2024 കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ പയ്യന്നൂർ AKS GVHSSൽ നടക്കും. TK മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കാർലറ്റ് ആർട്ട് അക്കാദമിയും സ്മാർട്ട് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വരയോളം 2024 കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം ഫെബ്രുവരി 4 ഞായറാഴ്ച രാവിലെ 9:30 പയ്യന്നൂർ AKAS GVHSSൽ നടക്കും. പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ക്രയോൺസ് കളറിംഗും LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് ജലഛായത്തിലുമാണ് മത്സരം. പ്രശസ്ത ചിത്രകൃത്തുക്കളുടെ സർഗരചനാ സംഗമവും ഉണ്ടാകും. പയ്യന്നൂർ MLA TA മധുസൂദനൻ പരിപാടിയുടെ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത സമ്മാനദാനവും നിർവഹിക്കും. KKR വെങ്ങര, ഗോവിന്ദൻ കണ്ണപുരം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. മികച്ച ചിത്രത്തിന് ഇരുട്ടൻ പത്മനാഭന്റെ സ്മരണാർത്ഥം സ്വർണ്ണ മെഡലും വിജയികൾക്ക് PP ലക്ഷ്മി ടീച്ചറുടെ സ്മരണയിൽ ക്യാഷ് അവാർഡും സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉണ്ണിക്കാനായി, രോഷ്നി വിനോദ് പയ്യന്നൂർ, K. രവി, തങ്കരാജ് കൊഴുമൽ, പ്രമോദ് അടുത്തില എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും TBD തൃക്കരിപ്പൂരും ചേർന്ന് കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ച് ജീവദ്വിതി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്തദാന ബോധവൽക്കരണ ക്ലാസും നടന്നു. തായിനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും TBD തൃക്കരിപ്പൂരും ചേർന്ന് കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയുമായി സഹകരിച്ചു നടത്തിയ ജീവദ്യുതി രക്തദാന ക്യാമ്പിൽ 84 പേർ രക്തദാനം നിർവഹിച്ചു. NSS വളണ്ടിയർമാർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, തൃക്കരിപ്പൂർ TBD പ്രവർത്തകർ, അധ്യാപകർ തുടങ്ങിയവർ രക്തദാന നിർവഹണത്തിൽ പങ്കെടുത്തു. രക്തദാനം നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ MP മുത്തലിബ് ഉദ്ഘാടനം നിർവഹിച്ചു. പത്മനാഭൻ കണ്ണൂർ രക്തദാന ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ ഇൻചാർജ് SM സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ KV സമീർ, കൗൺസിലർ ഇക്ബാൽ പോപ്പുലർ, ഹെഡ്മാസ്റ്റർ KR വിനോദ്, അബ്ദുൽ ജലീൽ, വിനോദ്, അബ്ദുസമദ്, സായിലാൽ കണ്ടോത്ത്, ഫാത്തിമത്ത് റാനിയ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുകിട കേബിൾ TV സംരംഭകരെ തകർത്ത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന KSEBL നടപടിക്കെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി KSEBL പയ്യന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. തുടർന്ന് ഡിവിഷൻ ഓഫീസിന് സമീപത്ത് പ്രതിഷേധ യോഗവും ചേർന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും പ്രഭാഷകനുമായ വാസു ചോറോടിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി പേരാണ് മാഷിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നത്. ഗാന്ധിവധം എന്ന പോലെ ഗാന്ധിയെ തന്നെ മാച്ചുകളയാനുള്ള ഗൂഢാലോചന രാജ്യത്ത് നടക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. സ്വരാജ്. പയ്യന്നൂർ മഹാദേവ ഗ്രാമം കൾച്ചറൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SBI ജീവനക്കാരിയും പഴയങ്ങാടി അടുത്തില സ്വദേശിയുമായ ദിവ്യയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും AICC നാഷണൽ സ്പോക്ക് പേഴ്സൺ ഡോക്ടർ ഷമ മുഹമ്മദ് ദിവ്യയുടെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.